ഈ വീഡിയോ കാണാതെ കേരളത്തിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. നമ്മൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് KM മാണിക്കെതിരെ അഴിമതി ആരോപിച്ച് നിയമസഭ ഉപരോധിച്ചപ്പോൾ മുൻ MLAയും ഇപ്പോഴത്തെ മന്ത്രിയുമായ V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നിയമസഭയുടെ ടേബിളിന് മുകളിൽ കയറി നിന്ന് സമതിൻ്റെ കാണാത്ത കാഴ്ചകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും കാണിച്ചു കൊടുത്തതും, അതുപോലെ സ്പീക്കറെ ചേംബർ അടിച്ചു തകർത്തതും, കമ്പ്യൂട്ടറും ടേബിളുകളൊക്കെ വലിച്ചെറിയുന്നതുമായ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇത് പറയാനുള്ള കാരണം പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഇന്നലെ നമ്മുടെ വയനാട് MLA നിലമ്പൂർ MLA PV അൻവറിനെ രാത്രി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ നിയമസഭ തല്ലിപ്പൊളിച്ച MLA പഴയ MLA ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വിരോധാഭാസം. കേരളത്തിൽ പിണറായി വിജയനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇന്നലത്തെ അറസ്റ്റ്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലൊരു അറസ്റ്റ് കണ്ടത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്. അദ്ദേഹം പിണറായി വിജയനെതിരെ എന്തോ പ്രസംഗിച്ചതിൻ്റെ പേരിൽ പാതിരാത്രി അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അമ്മയുടെ മുമ്പിൽ കൂടി ഒരു തീവ്രവാദിയെ പോലെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. പിണറായി വിജയനെതിരെ ആര് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 51 വെട്ടുവെട്ടി കൊല്ലും, അതിന് പറ്റിയില്ലെങ്കിൽ ജയിലിൽ അടക്കും. എന്ത് ഹീനമായ രീതിയിൽ കൂടിയാണെങ്കിൽ ജയിലിൽ അടക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ അൻവറിൻ്റെ അറസ്റ്റും. അൻവർ ചെയ്ത കാര്യം എന്താണ്? ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നു. കേരളത്തിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 9ഓളം പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഇതിനെതിരെ ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ അദ്ദേഹം DFO ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. അതിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് കള്ളന്മാരെ, കൊള്ളക്കാരെ പോലെ, അതുപോലെ കൊലപാതകികളെ പോലെ, പിടികിട്ടാപ്പുള്ളിയെ പോലെയൊക്കെ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പിടിച്ചു കൊണ്ടുപോയത്. ഒരു MLA ആയ അദ്ദേഹത്തിന് ഒരു ഫോൺ കോളിൽ കൂടി ഒന്ന് സ്റ്റേഷനിൽ ആകാൻ പറഞ്ഞാൽ ആകുമായിരുന്ന ഒരു കേസിന് ഇത്രമാത്രം പിണറായി വിജയൻ പ്രതികാര നടപടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും അഴിമതി കഥകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ്. പിണറായി വിജയനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന പിണറായിൻ്റെ കഥകളൊക്കെ നല്ലവണ്ണം അറിയാവുന്ന CPMലുണ്ടായിരുന്ന അൻവർ എതിർപക്ഷത്തേക്ക് മാറിയത് ഇനി വിളിച്ചു പറഞ്ഞെങ്കിലോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു നടപടിക്ക് പിണറായി വിജയൻ മുതിരുന്നത്. നമ്മളെ പൊതു ഖജനാവിൽ നിന്നും 1.5 കോടി രൂപയാണ് കാസർഗോഡ് പെരിയയിലെ കല്യോട്ട് 2 യുവാക്കളെ CPM നേതാക്കളും MLAയും കൂടി ഗൂഢാലോചന നടത്തി കൊന്ന കേസിലെ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ടുവന്ന വഴി ചെലവാക്കിയത്. ഇതാണ് പിണറായി വിജയൻ്റെ ഭരണത്തിലെ ഇരട്ട നീതി.